ഇടതുപക്ഷം വലിയ രീതിയിൽ പിന്തുണച്ച വേടനെ ഇപ്പോൾ കുറച്ച് നാളുകളായി ഒളിവിലാണ്. അതിനിടയിലാണ് രണ്ട് സ്ത്രീകൾ കൂടി വേടനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പിണറായി വിജയനെ നേരിട്ട് കണ്ട് എന്താണ് തങ്ങൾക്ക് സംഭവിച്ചതെന്ന് ബോധ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ വേടനെ വലിയ രീതിയിലായിരുന്നു പിന്തുണച്ചിരുന്നത്. മാധ്യമങ്ങളും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ പിന്തുണ നൽകിയിരുന്നു. ആ പിന്തുണയൊന്നും നിലവിൽ കാണാനില്ല. വേടനെ കുറിച്ച് ഖമ എന്നൊരക്ഷരം മിണ്ടുന്നില്ല. അത് സ്വാഭാവികമല്ലേ, ഒരു തലയെ മുണ്ടിട്ട് നടക്കുകയാണ്. കാരണം ചെന്ന് പെട്ട അബദ്ധം അത്ര വലുതാണ്. ഒരു ചൊല്ലുണ്ട്, ഈ ചുമന്നാൽ ചുമന്നവനും നാറും എന്നൊരു ചൊല്ലുണ്ട്. ഞാനത് പൂർണ്ണമായിട്ടും പറയുന്നില്ല. ഇവിടെ അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. മുൻ പിൻ നോക്കാതെ ഈ രാമനെയും രാമായണത്തെയൊക്കെ ചീത്ത പറയുന്ന, അതിനെ താറടിച്ച് കാണിക്കുന്ന, അതിനെ അധിക്ഷേപിക്കുന്ന ഏത് വൃത്തികെട്ടവനെയും ചുമക്കാൻ ഇവിടെ ഒരു കൂട്ടർ തയ്യാറാണ്. എനിക്ക് രാമനെ അറിയില്ല. എനിക്ക് രാമനെ അറിയാത്തവന് രാവണനെ അറിയാം. രാവണനെ വെച്ച് ഒരു കഥാപാത്രം വെച്ച് അടുത്ത് പാട്ടിറക്കണമെന്ന് വരുന്നു. അതെ. അപ്പോൾ രാമായണം വായിക്കാത്തതോ രാമായണം കഥ കേൾക്കാത്തതോ ഒന്നുമല്ല, ഇതിഹാസവും ചരിത്രവും ഒന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. പക്ഷെ എനിക്ക് രാമനെ അറിയില്ല. ഈ ഉത്തരേന്ത്യയിൽ ആക്രമണം നടത്താനാണ് ജയ് ശ്രീറാം മുഴക്കുന്നത്. ഈ ജയ് രാവണൻ മുഴക്കുന്നത് എന്തിനാണ്? പീഡിപ്പിക്കാനാണോ? ഇദ്ദേഹം ഇത് എത്രാമത്തെ ലിസ്റ്റാണ് ഇയാൾക്ക്? ഈ പാടാനും ഇദ്ദേഹം ഫുഡ് കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നോ എന്തോ? ഇനി വലിയ ലിസ്റ്റ് ആയിട്ട് വരികയാണ്. ഞാൻ ആ പരാതിയിലേക്ക് കടക്കാം. പരാതി കൂടി അതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. അല്ല, ഞാൻ പറയാം, മുൻപ് ഒരു പരാതി ഉണ്ടായിരുന്നു, പിന്നീടായിരുന്നു ഇപ്പോൾ ഒരു സ്ത്രീ പരാതി അടിസ്ഥാനത്തിലാണ് രംഗത്ത് വന്നത്. അതെ, ഇപ്പോൾ പുതുതായി 2 കേസ് കൂടെ വരികയാണ്. 2 കേസ് കൂടെ വരികയാണ്. അത് ആ 2 കേസ് പുതിയതല്ല. വാസ്തവത്തിൽ നേരത്തെ അവർ മീടു ആരോപണം വന്നപ്പോൾ അത് ഉന്നയിച്ചതാണ്. അന്ന് എല്ലാവരും കൂടെ അത് ചവിട്ടി താഴ്ത്തി. ഈ വേടന് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതൊന്നും തന്നെ വ്യക്തമല്ലേ. ഇപ്പോഴാണ് പേര് കറക്റ്റ് ആയത്. അദ്ദേഹം ഒരു വേട്ടക്കാരനാണ്. സ്ത്രീകളെ വേട്ടയാടുന്ന, പിന്തുണ നൽകുന്ന സ്ത്രീകളെ, ചെറുപ്പക്കാരികളെ, യുവതികളെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വേട്ടയാടുന്ന ഒരുത്തനാണ് ഈ റാപ്പർ. ഈ വേട്ടക്കാരനായിരുന്നു പിണറായിയുടെ 4ാം വാർഷികത്തിൽ അല്ലേ അവിടെ എത്തി പാടുന്നത്. ഇനിയും വിളിക്കും. എന്താണ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം? എന്താണ്? ഇനിയും വിളിക്കും അവർ. സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഇതാണ്. ചുംബന സമരം സംഘടിപ്പിച്ചവരെ കുറിച്ച് പിന്നെ കൂടുതൽ എന്ത് പറയാൻ? നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിൽ ചുംബന സമരം സംഘടിപ്പിച്ച് അതിൽ വന്ന് പങ്കെടുത്തവരൊക്കെ ആരൊക്കെയാണ്? അവരുടെ പശ്ചാത്തലം എന്താണ്? അവരുടെ എന്താ പറയുക, ഈ ജീവിതത്തിൻ്റെ അവർ നേടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അവർക്കെതിരെ അവർക്ക് കിട്ടിയിരിക്കുന്ന പാരിതോഷികങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മളൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. അവരൊക്കെ ആരൊക്കെയാണെന്നും ഈ ചുംബന സമരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിൽ അരാജകവാദം സൃഷ്ടിച്ച് അരാഷ്ട്രീയത്വത്തിലേക്ക്, എന്തായാലും ദൈവമുണ്ടോ ഇല്ലേ എന്നറിയില്ല, പക്ഷെ വേടന് കൃത്യമായി ഒരു അവസരം ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ രാമായണ മാസത്തിൽ അദ്ദേഹം വലിയ തിരക്കാണല്ലോ, ഒരു തിരക്കുള്ള മനുഷ്യനാണ്. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. ഇപ്പോൾ ഒളിവിലായിരിക്കുമ്പോൾ പണിയൊന്നുമില്ലല്ലോ, വീട്ടിലിരുന്ന് ആ രാമായണം രാമായണം നന്നായിട്ട് വായിച്ചു. എഴുത്തച്ഛന്റെ രാമായണമെങ്കിലും വായിച്ചു. വാൽമീകിയുടെ രാമായണം വായിക്കാനുള്ള കഴിവ് ഇല്ല എന്ന് വേടൻ തന്നെ പറഞ്ഞു. ഞങ്ങളുടെ DNA അതില്ല എന്ന്. അപ്പോൾ എഴുത്തച്ഛന്റെ രാമായണമെങ്കിലും ഒന്ന് വായിച്ചു പഠിക്കും. അതാണ് ഈ അവസരത്തിൽ. ഇഷ്ടംപോലെ സമയമുണ്ട്. രാമായണ മാസം കഴിഞ്ഞാലും രാമായണം വായിക്കാം. രാമായണം വായിക്കുന്നതിന് അതാണ് ഇപ്പോൾ സമയം ഇങ്ങനെ കിടക്കുകയല്ലേ. അതെ, ഒളിവിലാകുമ്പോൾ വേറെ ജോലിയൊന്നും അല്ല, പരിപാടികളെല്ലാം മാറ്റി വെച്ചിരിക്കുക. ഒന്നും ഇപ്പോൾ പരിപാടികൾക്കൊന്നും വേടൻ വരുന്നില്ല. വന്നാൽ പോലീസ് അപ്പം പൊക്കും. കാരണം സ്ത്രീപീഡനമാണ് വിഷയം. ഇപ്പോൾ തൃക്കാക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഈ പുതിയ 2 പരാതികളും കൊച്ചി കേന്ദ്രീകരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. തെളിവുകൾ വളരെ കൃത്യമാണ്. വേടൻ്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു, അവിടെ ചെന്നു, അവിടെ വെച്ചാണ് ഉപദ്രവിച്ചിരിക്കുന്നത്. ഞാൻ വിശദമായിട്ട് പറയാം. 2020-21 കാലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഈ 2 സ്ത്രീകളിൽ ഒരാൾ രണ്ടുപേരും ഇപ്പോൾ കേരളത്തിന് പുറത്താണ്. അതിൽ ഒരാൾ കേരളത്തിന് പുറത്ത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദളിത് വിഷയങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വേടൻ്റെ പാട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്. ആ പാട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വേടനെ ബന്ധപ്പെട്ടു. അങ്ങനെ സുഹൃത്തുക്കളായി. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വേടനെക്കുറിച്ച് ഈ റിസർച്ചിൽ ഉൾപ്പെടുത്തണം എന്നവർ താല്പര്യപ്പെട്ടു. അങ്ങനെ
ശരി, എന്നാൽ നമുക്ക് കാണാം, കൊച്ചിയിലെ ഫ്ലാറ്റിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് കുറച്ച് അസ്വാഭാവികമായിട്ടൊക്കെ പെരുമാറി. അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു, എന്താ ഇങ്ങനെ. വളരെ പെട്ടെന്നായിരുന്നു ആക്രമണം, അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. ആ ഒരു സംഭവത്തെക്കുറിച്ച് മാത്രമേ അവർ പറയുന്നുള്ളൂ, മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതിനുശേഷം ഈ പീഡനം തുടർന്നോ, ബ്ലാക്ക് മെയിൽ ചെയ്തോ, ഇവരുടെ നിന്ന് പണം തട്ടിയിട്ടുണ്ടോ, ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. നേരത്തെ മുമ്പ് ആദ്യം പരാതി കൊടുത്ത പെൺകുട്ടിയുടെ നിന്ന് പണവും അടിച്ചു മാറ്റി. അവർ ഡോക്ടറാണ്, ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പരിചയപ്പെട്ടത്, പീഡിപ്പിച്ചു. അതിനുശേഷം തുടർച്ചയായിട്ട് പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇരിക്കട്ടെ, ഇത് രണ്ടാമത്തെ സ്ത്രീ. അവർ ഒരു സംഗീത പരിപാടി, വേടനയൊക്കെ പോലെ തന്നെ സംഗീത പരിപാടി. ഈ പരാതി കൊടുത്ത സ്ത്രീകളുടെ ജാതി പരിശോധിക്കുമോ എന്തോ അല്ലെ, നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇനി അവർ സവർണ പരാതികളായി. അതെ, അങ്ങനെയൊക്കെ വരാം. അതൊക്കെ ഇനി ആ രീതിയിലൊക്കെ, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ ചില മാധ്യമ പ്രവർത്തകർക്ക് ഈ സവർണ അവർണ ഭേദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇനി എന്തായാലും ഈ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ ജാതി അന്വേഷിച്ചു. അതെ, അവർക്ക് ബ്രാഹ്മണിക്കൽ ഹെജിമണി, ബ്രാഹ്മണിക്കലാണെങ്കിൽ അത് കേസ് തള്ളിക്കും എങ്ങനെയെങ്കിലും. അപ്പോൾ എന്തായാലും ഈ രണ്ടാമത്തെ പെൺകുട്ടി സംഗീത പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നതാണ്, ഈ വേടനെ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ അവർ ആയിട്ടും പരിചയത്തിലായി. അവരെ ഈ പറഞ്ഞതുപോലെ കൊച്ചിയിലൊരു സ്ഥലത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് അതിക്രൂരമായിട്ട് ഇതുപോലെ പീഡിപ്പിക്കുകയായിരുന്നു, ഉപദ്രവിക്കുകയായിരുന്നു. അത് രണ്ടുപേരും പറയുന്നതിൽ ഒരുപാട് സമാനതകളുണ്ട്. ഇത് രണ്ടും വ്യത്യസ്ത സംഭവങ്ങളാണ്. അവർ കൊടുത്തിരിക്കുന്ന ആ അടയാളങ്ങൾ, തെളിവുകളൊക്കെ പൂർണ്ണമാണ്. പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും പ്രഥമ ദൃഷ്ടിയാൽ കേസെടുക്കാൻ തക്കവണ്ണം കഴമ്പ് അതിനകത്തുണ്ട്, ആ പരാതിയിലുണ്ട്. ഇനി അവർ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വേടൻ പറയുന്നത് ഇത് ഗൂഢാലോചനയാണ്, കെട്ടിച്ചമച്ചതാണ്, എന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഈ തെളിവുകളൊക്കെ വ്യാജമായി സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരെ പരിചയമുണ്ട്, ഇവരുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ തന്നെയാണ്. ഒരു ഗൂഢാലോചന തനിക്കെതിരെ നടക്കുന്നു. ഈ പറഞ്ഞ സ്ത്രീകളുമായിട്ടൊന്നും അല്ല. ഇപ്പോൾ വേടൻ പറയും പോലെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്, ഒന്നോ രണ്ടോ പരാതി നൽകാം. ഇത് നിരന്തരം വരികയാണ്, മലവെള്ളപ്പാച്ചിൽ പോലെയാണ്. ഇതിലപ്പോൾ എന്തായാലും കൃത്യമായ അന്വേഷണം നടത്തേണ്ടി വരും. തീർച്ചയായിട്ടും കൃത്യമായ അന്വേഷണം നടത്തണം. ഇനി ഇവർ കള്ളപ്പരാതിയാണ് കൊടുത്തതെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണമല്ലോ. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു, അദ്ദേഹത്തിനെതിരെ ഈ പരാതി വന്നു പബ്ലിക്കായി തന്നെ. അത് മാധ്യമങ്ങൾ ഉൾപ്പെടെ കാണുമ്പോഴാണ് സ്ത്രീ പോയി പരാതി കൊടുക്കുന്നത്, മാധ്യമ പ്രവർത്തക പോയി പരാതി കൊടുക്കുന്നത്. ചിലപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപി പറയുകയാണെങ്കിൽ എന്നെ വേട്ടയാടാൻ ശ്രമം, അതുപോലെ തന്നെ ചിലപ്പോൾ വേടനും പറയാം. പക്ഷെ ഒന്നല്ല, ഇതോട് തുടർ സംഭവമായി വരികയാണ്. കൃത്യമായ തെളിവുകളോട് കൂടി രംഗത്ത് വരികയാണ്. അതെ, അവിടെയാണ് അതിൻ്റെ പ്രസക്തി. അവർ മുഖ്യമന്ത്രിയെ കാണുന്നത് തന്നെ അതുകൊണ്ടാണ്. കാരണം ഈ വേടൻ ഇത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എന്താണെന്ന് അവർക്കറിയാം. വേടൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ട് എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വേടനെതിരായ പരാതികൾ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്, വലിയ സമ്മർദ്ദം ഈ കേസിൽ ഉണ്ടാകും എന്നവർ ഭയപ്പെടുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതിപ്പെടാൻ പോകുന്നത്. മുഖ്യമന്ത്രി PB യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ പോയിട്ടില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്തെത്തി, നേരിട്ടെത്തി മുഖ്യമന്ത്രിയെ കണ്ട് ഈ പരാതി കൊടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ, അത് പോലീസിന് പ്രൊസീഡ് ചെയ്യുമോ, അന്വേഷണം നടക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കത് കഴിഞ്ഞേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വകുപ്പ് നിസ്സാരമല്ല, നിസ്സാര കുറ്റമല്ല ചെയ്തിരിക്കുന്നത്, സ്ത്രീപീഡനമാണ്. ഞാൻ ജാതിയിൽ കൂടിയവനോ കുറഞ്ഞവനോ എന്തു വേണമെങ്കിലും ആകട്ടെ, പക്ഷേ സ്ത്രീകളെ പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനുമുള്ള അധികാരം എനിക്കുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് ഈ പറഞ്ഞതുപോലെ വേടനായാലും ശരി, വേറെ ആരാണെങ്കിലും ശരി. ഇനി അത് നമുക്കറിയാം, ഈ സിനിമാ ലോകത്തു നിന്നൊക്കെ വന്ന പരാതികൾ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ചെറിയൊരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ അവർക്കെതിരെയൊക്കെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. പിന്നെ പലരും കോടതിയിലൊക്കെ പോയാണ് ജാമ്യം വാങ്ങിയതും കേസ് തള്ളിക്കണം എന്നുള്ള ഹർജി കൊടുത്തതും ഒക്കെ. ഇവിടെ ഇപ്പോൾ ഈ വേടനെതിരെ കേസ് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വേടൻ എവിടെയാണെന്ന് കണ്ടെത്താൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഈ വേടനെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഈ ഏതാണ്ട് 1 മാസം ഇപ്പോൾ പൂർത്തിയായി. ഈ 1 മാസത്തിനിടയ്ക്ക് ഇത് സംബന്ധിച്ച നിരവധി കാര്യങ്ങൾ പുറത്തു വരുന്നതല്ലാതെ
വേടൻ പിടിയിലാകുന്നില്ല? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അതിന് ഉത്തരം പറയേണ്ടത് പോലീസാണ്, ആഭ്യന്തര വകുപ്പാണ്. എന്തായാലും പരാതി നിസ്സാരമല്ല, സ്ത്രീപീഡനമാണ്. വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനെ ഏത് വിധേനയും ഈ പറഞ്ഞ പോലെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആരോപിച്ച് സംഘപരിവാർ ബന്ധമൊക്കെ ആരോപിച്ച് ഇതിനെ അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് സംഭവിക്കും എന്ന് പൊതുവെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. എന്തായാലും ഹിരൺദാസ് മുരളി ഒരു ചെറിയ മീനല്ല. ഇതുപോലെ നിരന്തരം ഇങ്ങനെ സ്ത്രീകൾ ഇയാൾക്കെതിരെ പരാതിയുമായിട്ട് വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അതിലെന്തോ കഴമ്പുണ്ട് എന്ന് തന്നെയാണ്.